ലൈഫ് ഇസ് ഫൗണ്ട് ഇൻ ദ സ്മോളസ്റ്റ് ആക്ട്സ്. തുടക്കത്തിൽ എൻ.എസ്. മാധവൻ പറയുന്നുണ്ട്, ദിസ് വീവ്സ് ടുഗെദർ മൊമെന്റ്സ് ഓഫ് ലോങ്ങിങ്, റെസിലിയൻസ് ആൻഡ് സോറോ through vivid imagery and raw honesty. The poems explore the weight of memory, the depths of loss, and the endurance of spirit. A commendable debut. പറഞ്ഞു വരുന്നത് നികിത രാമനാരായണൻ്റെ An Apology Long Overdue എന്ന പോയട്രി കളക്ഷനെ കുറിച്ചാണ്. നികിത വാസ് എ പോയറ്റ്, എ ജേർണലിസ്റ്റ് ആൻഡ് എ സ്റ്റോറി ടെല്ലർ ഫ്രം നിലമ്പൂർ, കേരള. നമ്മുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി, നമ്മുടെ അതേ ഏജിലുള്ളൊരു കുട്ടി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സ്പെഷ്യൽ. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് എനിക്ക് സ്പെഷ്യലാണ്. ഈ പുസ്തകത്തിലുടനീളം അപ്പോളജീസ് ആണ്. അപ്പോളജീസ് പറയുന്ന അപ്പോളജീസ് അല്ല, പറയാൻ സമയം കഴിഞ്ഞു പോയ എ ലോങ് ഓവർ ഡ്യൂ ആയിട്ടുള്ള അപ്പോളജീസ് ആണ്. ഇറ്റ്സ് നോട്ട് ടു സെൽഫ്. നമ്മൾ സെൽഫിനോടുള്ള അപ്പോളജീസ് മാത്രമല്ല, സൈലൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരോടുള്ള ഒരു അപ്പോളജിയാണ്. ഇറ്റ്സ് എ പോയറ്റിക് പ്ലീ, a confession, a tribute to the ones unheard and unseen. Through these pages, Nikita lends her voice to the echoes of grief and resistance, ensuring that their stories are not forgotten. ഒരു അപ്പോളജി എന്നതിനപ്പുറം ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് എ പ്ലീ ഫോർ ജസ്റ്റിസ്. 5 സെക്ഷൻസിലാണ് ഈ ഇതിലെ പോംസ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഗ്രീഫ്, ഡെത്ത് ആൻഡ് ഡെസ്പയർ, Atlas of Scars അഥവാ കളക്ഷൻ ഓഫ് വൂണ്ട്സ്, ലവ് ആൻഡ് ലൈഫ്. എവിടെയൊക്കെയോ the poem becomes or the poem turns to the rain kissing barren earth, the river bending but never ceasing in the light that lingers. So I would say, or I would suggest this book to everyone who is with the voices that are silenced, who wants the voices not to remain silenced. Or if you want to say an apology, even if the apology is long overdue, this poem takes you through. ഓരോ പോമിന് മുന്നിലും ഒരു കോഷനോടെയാണ് തുടങ്ങുന്നത്. ഞാൻ എന്തായാലും ഇത് അവസാനിപ്പിക്കുന്നത് അതേ കോഷനോട് തന്നെയാണ്. റീഡ് ജെന്റ്ലി, for they may stir what lies buried within.